ഹലോ, ഞാൻ ജോസഫ്. ഒരിക്കൽ കൂടി സി സി ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത ഫിനാൻഷ്യൽ ഇയർ നമുക്കൊരു എക്സ്ട്രാ ഇൻകം കിട്ടുന്നു, അത് നമ്മൾ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഇൻകം ടാക്സ് എക്സംഷൻ നമുക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. കാരണം അപ് ടു 12 lakhs വരെ നമുക്ക് ടാക്സ് എക്സംപ്റ്റഡ് ആണ്. അപ്പോ ഈ ഇനത്തില് ഒത്തിരി അനവധി ആൾക്കാർക്ക് അത് ഇൻകം ഒരു 2500 മുതൽ 6500 വരെ മാസം ഒരു ഏണിംഗ് എന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുന്നു. ഈ എമൗണ്ട് നമുക്ക് ഒരു കൺസെപ്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇക്കണോമിയിലേക്ക് വരുവാനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നല്ല രീതിയിൽ ഒരു ഉയരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മുടെ സർക്കാർ ആ ഒരു നയം കൊണ്ടുവന്നത്. പക്ഷെ ഈ ഒരു ശീലം കൊണ്ട് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഒരു കൺസെപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് കൂടുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ ജീവിതശൈലി മാറുകയും ഇനി ഒരിക്കൽ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യാതെ പോലും നമുക്ക് അതിൽ നിന്ന് പിൻവലിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ എക്സ്പെൻസ് കൂടുകയും ചെയ്യുന്നു. അപ്പൊ ഈ എക്സ്ട്രാ കിട്ടുന്ന വരുമാനം നമുക്ക് പല ആവശ്യങ്ങൾക്കും നമുക്ക് ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് നല്ല സ്റ്റെപ്പുകൾ എടുത്തിട്ട് ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമുക്ക് ഒരു ലോങ് ടേം വിഷനിൽ നമുക്കൊരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു SIP ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം പലർക്കും അറിയാം, മ്യൂച്വൽ ഫണ്ട് SIP നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ തന്നെയാണ്. അപ്പൊ ഇതിന് നമ്മളെ സമീപിക്കുന്ന എല്ലാവർക്കും നല്ലൊരു സജഷൻസ് അവരുടെ റിസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ടുകൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതാണ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാല് പല ആൾക്കാർക്കും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഫാമിലിക്ക് ഒരു ടേം ഇൻഷുറൻസ് എടുത്തു കൊടുക്കുവാൻ ഈ എമൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. കാര്യം നമുക്ക് ഏത് സമയത്തും എന്തും സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് നല്ലൊരു ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഫ്യൂച്ചറിലെ ആവശ്യങ്ങളെല്ലാം നേടാൻ അത് സഹായിക്കുന്നതാണ്. മൂന്ന്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ പാരന്റ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലിയോ അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു മെഡിക്ലെയിം എടുത്ത് കൊടുക്കാൻ സാധിക്കും. കാരണം ഒട്ടുമിക്ക ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരു അസുഖബാധിതരായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ മാറാതെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മെഡിക്ലെയിം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവര്. അപ്പൊ ഈ അവസ്ഥയില് എനിക്ക് നമ്മളൊരു കസ്റ്റമർ അവരുടെ സിസ്റ്റേഴ്സിനും അതോടൊപ്പം തന്നെ ബ്രദേഴ്സിനൊക്കെ മെഡിക്ലെയിം എടുക്കും. ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞത് അവർക്കൊരു ഫിനാൻഷ്യൽ ആവശ്യം വരുവാണെങ്കിൽ ഈ സമയത്ത് ഞാൻ നല്ലൊരു എമൗണ്ട് എന്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്നതിലും മെച്ചം അവർക്ക് ചെറിയ രീതിയിലുള്ള ചെറിയ പോളിസികളാണ് എടുത്തു കൊടുത്തേക്കുന്നത്. അത് ക്ലെയിമും കിട്ടുമ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ പാരന്റ്സിന് ഒരു മെഡിക്ലെയിം എടുത്തു കൊടുക്കുന്നതിനൊക്കെ ഈ എമൗണ്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതുമല്ലെങ്കിൽ നാലാമത് കേസ് എന്ന് വെച്ചാല് നമുക്കൊരു ഫോറിൻ ട്രിപ്പോ അല്ലെങ്കിൽ ജീവിതത്തിന് നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന നല്ല ഒരു യാത്രകളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പർപ്പസിന് യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോ ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഇൻകം ടാക്സിന്റെ എക്സംഷൻ മാത്രമല്ല, മറ്റ് അതിലും മേലിൽ വരുന്ന ആൾക്കാർ പോലും നമുക്കൊരു സേവിങ് അല്ലെങ്കിൽ ഇന്ന പോലെ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാനും ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ നല്ലൊരു ഇയറിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഫ്യൂച്ചറിൽ നല്ല ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.